ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഡാൽഡ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് RKGയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാവും ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടലയും കൂടാതെ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് വറുത്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് ഉണക്കമുന്തിരി ഇടാത്തത്, ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ വറുത്ത് നമുക്ക് കോരാൻ പറ്റും. അപ്പോൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സേമിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സേമിയം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ചെറിയതായിട്ടുള്ള സ്ലൈസായിട്ടുള്ള സേമിയം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. കുറച്ചുകൂടി നല്ല നേരിയത് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇതന്നെ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നേരിയതും ചെറുതുമായ സേമിയം എടുക്കുക. അതാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വറുക്കാം. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, പായസത്തിന് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുക. അതേപോലെ തന്നെ ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ല കട്ടി പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് കുറുകും. അപ്പോൾ അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റിയ പാകത്തിലുള്ള മധുരമാണ് 4 ടേബിൾ സ്പൂൺ. അപ്പം ഇതിനെക്കാട്ടും മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് മധുരം കുറയ്ക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് ഇതിൽ കിടന്നിട്ട് വെന്ത് വരണം. നമ്മൾ പായസമൊക്കെ വേവിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഓരോ സേമിയയ്ക്കും വേവിന് വ്യത്യാസം ഉണ്ടാകും. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എനിക്കിത് വേവാനായിട്ട് ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാല് തിളച്ച് ചിന്തിപ്പോകും, കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്ന് ജസ്റ്റ് എപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സേമിയ നന്നായിട്ട് വേവിക്കുക. ഇതിവിടെ ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് വെന്ത് വന്നാൽ മതി. പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റാർഡ് പൗഡറാണ്, നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും ഷോപ്പിൽ. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടിയില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ പാൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് വേറെ പാലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനുള്ള പാൽ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന ടൈമിൽ ഒരു കൈ കൊണ്ട് ഒഴിച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ സൈഡ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 മിനിറ്റ് വേവിച്ചാൽ മതി. നമ്മൾ കൂടുതൽ ടൈം വേവിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് തിക്കായി പോകും. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞ പാട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കുറുക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്, കണ്ടില്ല? അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം ഇത് ഓൾറെഡി സേമിയ ഇട്ടതുകൊണ്ട് നല്ല തിക്കാണ്. ഇനി നമ്മൾ ഫ്രൂട്ട്സും കൂടി ഒരുപാട് ചേർക്കുമ്പോൾ ഭയങ്കര ഹെവി ആയി പോകും കഴിക്കുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് പഴം, ഒരു സ്ട്രോബെറി, അതേപോലെ കുറച്ച് മാതളനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ആപ്പിളോ മാങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുന്ന പോലെയല്ല, സേമിയയുടെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ ഇതേപോലത്തെ 2 കുഞ്ഞ് ബൗളാണ് എടുത്തിരിക്കുന്നത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് 2 ബൗളും ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, കുറച്ച് കാണാനുള്ള ഭംഗിക്കും കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, കാണാൻ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കിട്ടുകയാണെങ്കിൽ ഇതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.